കേരള രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലത്തൊന്നുമില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം എന്ത് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിവുണ്ട്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പങ്കാളികൾ ആയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭരണമുന്നണിയിൽ വലിയ തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ നിലനിൽക്കുന്നത്. അതാകട്ടെ CPIയുടെ ഭാഗത്ത് നിന്നാണ്. ഭരണമുന്നണിയിലെ CPIM കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയാണ്. എന്തായാലും CPI നിലപാട് കടുപ്പിക്കുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലപാട് കടുപ്പിച്ചാൽ CPI ഏതറ്റം വരെ പോകും എന്നുള്ളതാണ്. ഇപ്പോൾ CPI സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിക്കാവുന്നത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നതാണ്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ ആണ് കേരളം എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ മുന്നണിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി അവരുടെ മന്ത്രിമാരെ പിൻവലിച്ചാൽ അത് മുന്നണിക്ക് ദോഷം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും. രാഷ്ട്രീയ എതിരാളികൾ അതിനെ ആയുധമാക്കി മാറ്റുകയും ചെയ്യും. പക്ഷേ CPI ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയെങ്കിലും സൃഷ്ടിച്ചെടുക്കാൻ ഇപ്പോഴും CPIക്ക് സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. സാധാരണ ഭരണമുന്നണിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഇത്രയും അധികം കാലം ആ വിഷയം ചർച്ച ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകാറില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും CPIM എടുക്കുന്ന തീരുമാനത്തോട് മറ്റ് ഘടകകക്ഷികൾ പൊരുത്തപ്പെട്ടു പോവുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണം ആണ് ഇപ്പോൾ CPI ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം വിഷയത്തെ ഗൗരവതരം ആക്കുകയാണ്. CPIയുടെ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം രാവിലെ 10 മണിയിൽ നിന്ന് വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതായത് അനുനയ നീക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള MA ബേബി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് അവർ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഏത് വിധേനയും CPIയെ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങളെല്ലാം തുടരുന്നുണ്ട്. പക്ഷേ CPI ഇപ്പോഴും അനുകൂലമാകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. CPI കടുത്ത നിലപാട് തുടരുന്നതിനിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന പ്രതീക്ഷ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി ഇന്ന് പങ്കുവച്ചത്. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നും നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നും ശിവൻകുട്ടി പ്രതികരിക്കുകയുണ്ടായി. ഞാൻ മറുപടി അതിനെപ്പറ്റി സംബന്ധിച്ചോട് ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ നല്ല നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ച എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് മന്ത്രി തന്നെ പറയുകയാണ് അദ്ദേഹത്തിന്റെ തലത്തിലല്ല ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ചർച്ചകൾ വലിയ തോതിൽ മുന്നണിക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, സർക്കാരിനുള്ളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് അത് വസ്തുതാപരവുമാണ്. പ്രത്യേകിച്ച് CPIM-നെ പോലെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്കറിയാം പലപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനൊക്കെ അപ്പുറത്ത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏകാധിപത്യ ഭരണം ആണ് നടക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം അടക്കം ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായും CPIM തന്നെയാണ്. പലപ്പോഴും നമ്മൾ പാർലമെന്റിൽ തന്നെ CPIM-ന്റെ ജനപ്രതിനിധികൾ MP-മാർ അതിരൂക്ഷമായ ഭാഷയിലൊക്കെ സർക്കാരിനെ വിമർശിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ഒന്ന് എന്നത് വിഷയം പഠിക്കാൻ അവസരം നൽകുന്നില്ല മോദി സർക്കാർ എന്നുള്ളതാണ്. ഒരു ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ സമയം നൽകാതെ അതിൽ അംഗങ്ങൾക്ക് പഠനം നടത്താൻ സാധിക്കാതെ ഡിബേറ്റിൽ പങ്കെടുക്കാൻ പറ്റാതെയാണ് നരേന്ദ്രമോദി സർക്കാർ പല ബില്ലുകളും പാസ്സാക്കുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്ന അതേ പാർട്ടി തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്താതെ കൃത്യമായ പഠനങ്ങൾ നടത്താതെ ചുരുങ്ങിയ പക്ഷം സ്വന്തം മുന്നണിയെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനെ ഒരു നീക്കവുമായി പോകുന്നത്. അത് തന്നെയാണ് CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ വിമർശനങ്ങളിൽ ഊന്നി നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നാണ് മന്ത്രിമാരുടെ പ്രതികരണം. അതായത് CPI മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ഒരു ഭാഗത്ത് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഭരണത്തെ ബാധിക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് CPIയുടെ മന്ത്രിമാർ.
ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നം സംഭവിക്കില്ല. അത് ഇപ്പം പോയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ? അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറും. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ അതിൽ തടസ്സമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ കൂടുതലായിരുന്നല്ലോ. കൃഷിമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും പ്രതികരണങ്ങൾ ആണ് നമ്മൾ കേട്ടത്. സ്വാഭാവികമാണ്, ഒരു കൂട്ടുത്തരവാദിത്വം എന്ന നിലയിൽ ഇത്തരത്തിൽ പ്രതികരിച്ചു പോകാനേ മന്ത്രിമാർക്ക് സാധിക്കും. പക്ഷേ ഇതേ മന്ത്രിമാർ അറിഞ്ഞില്ല ഈ PM ശ്രീ പദ്ധതിയിൽ ഭാഗമാകുന്നത് എന്നതാണ് അങ്ങേയറ്റം ഗുരുതരമാകുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലടക്കം CPIയുടെ മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും PM ശ്രീക്ക് കൈ കൊടുക്കുന്ന കാര്യം CPIM മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും പറഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ഇതൊക്കെയാണ് മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കം അല്ലെങ്കിൽ പ്രതികരണമെങ്കിൽ പോലും CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഭിന്നസ്വരം ആണ് ഉള്ളത്. അദ്ദേഹം ഇതുപോലെ പറയാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇന്ന് കൃത്യമായൊരു മറുപടി നൽകാൻ തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാമോ ഈ വിഷയത്തിൽ? രുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. അല്ല എങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ സ്ട്രോങ് ആയി വന്നുകൊണ്ട് പറയാവുന്നതേ ഉള്ളൂ. പലപ്പോഴും ബിനോയ് വിശ്വത്തെ പോലെയുള്ള നേതാക്കൾ അത്തരത്തിൽ പ്രതികരിക്കാറുണ്ട് എന്നത് മാത്രവുമല്ല, CPI തന്നെ സ്വയം അവകാശപ്പെടുന്നത് മുന്നണിയിലെ തിരുത്തൽ ശക്തിയായാണ് ഞങ്ങൾ വർത്തിക്കാറുള്ളത് എന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാടെന്ത്, അതിൽ നിന്ന് അതിനോട് യോജിക്കില്ല എന്ന് പറയുമ്പോൾ പോലും യോജിക്കുന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് CPIയുടെ മറുപടി എന്ന സ്വാഭാവികമായൊരു ജനങ്ങൾക്കുണ്ടാകും. അത് രാഷ്ട്രീയ കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ബിനോയ് വിശ്വത്തിന് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത്തരമൊരു പശ്ചാത്തലത്തെ രാഷ്ട്രീയം ആയുധം ആക്കാൻ പോകുന്നത് രാഷ്ട്രീയ എതിരാളികൾ ആയിരിക്കും. അവിടെ കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാട് എന്നത് PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്ന് തന്നെയാണ്. പക്ഷേ VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതിൽ ചേരുന്നതിൽ തെറ്റില്ല എന്നുകൂടി ആണ്. കാരണം പല സംസ്ഥാനങ്ങളും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി തന്നെ നിലകൊള്ളുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അതിനെ ശക്തിയുക്തം എതിർക്കാൻ സാധിക്കില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾക്ക് ഇടമില്ല. കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. അവിടെ PM ശ്രീ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതികൾ രണ്ട് തരത്തിൽ ആണ് ഉള്ളത്. അതിൽ ചില പദ്ധതികൾ ഈ സംസ്ഥാനത്തിന് ഗ്രാൻഡായി നൽകുന്ന പദ്ധതികളിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾ അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് ചില ഫണ്ടുകൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകാം. അതായത് അവർ പറയുന്നത് പോലെ തന്നെയുള്ള പ്രവൃത്തികൾ സംസ്ഥാന സർക്കാരുകൾ ചെയ്താൽ മാത്രമേ ആ ഫണ്ടുകൾ ഗ്രാൻഡായി അനുവദിക്കുകയുള്ളൂ. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി ചട്ടങ്ങളോടെ നിബന്ധനകളോടെ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധകമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന പ്രതികരണം ഉണ്ടാകും. BJPയുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ABVP അടക്കം അതിൽ സംസ്ഥാന സർക്കാരിനെയൊക്കെ അഭിനന്ദിക്കുന്ന സമീപനം ആണ് എടുത്തത്. പക്ഷേ അവിടെയും ഒരു രാഷ്ട്രീയ കണ്ണ് സ്വാഭാവികമാണല്ലോ BJPയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന്. ആ കണ്ണ് മറ്റൊന്നുമല്ല, ഭരണമുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഭരണമുന്നണിക്കകത്ത് CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയേട്ടൻ മനോഭാവമുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണവും മാതൃകയുമാണ് ഇപ്പോഴത്തേത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയെ പോലും അറിയിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് കൂട്ടുത്തരവാദിത്തം, എന്ത് മന്ത്രിസഭ, മറ്റു മന്ത്രിമാർക്കൊക്കെ എന്ത് റോൾ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഊരാക്കുടുക്കിലേക്ക് പോയിരിക്കുന്നു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPIയും എന്നാണ് പറയുന്നത്. അതായത് ഇടതു മുന്നണി വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. CPM ഇപ്പോൾ വലിയ ഊരാക്കുടുക്കപ്പെട്ടിരിക്കുകയാണ്, ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവര് നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു.
NEP വന്നപ്പോ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPI-യും CPM-ഉം എടുത്തു. ഇപ്പൊ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPI-ക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും.